സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ധനലക്ഷ്മി കൊടുത്ത ഉപ്പ് ചേർത്ത പായസം കുടിച്ച് സാഗറും സുജാതയും ആകെ വിഷമത്തിലാകാണ്. കൺമണി ഇത് കണ്ട് ആകെ ഞെട്ടി സങ്കടപ്പെടുന്നുണ്ട്. ഇതെങ്ങനെ വന്നു എന്നുള്ള കാര്യം അവൾ ഏറെക്കുറെ ഊഹിക്കുന്നുണ്ട്. അവിടെ കൺമണിയുടെ സന്തോഷത്തിന് പാര വയ്ക്കാൻ ധൂമകേതു ആയിട്ടുള്ള ഒരാളുണ്ടല്ലോ, അത് കൺമണിക്ക് നന്നായിട്ട് അറിയാം. സാഗറും കൃപയും പക്ഷെ അതൊന്നും അത്ര കാര്യമാക്കുന്നില്ല കേട്ടോ. സാരമില്ല മോളെ, ഇതൊന്നും ഓർത്ത് മോള് വിഷമിക്കണ്ട എന്നൊക്കെയാണ് സാഗർ പറയുന്നത് കൺമണിയോട്. പക്ഷേ സുജാതയുടെ മുഖം വീർത്തു കെട്ടിയാണ് ഇരിക്കുന്നത്. ഇത്ര മര്യാദയില്ലാത്ത കുടുംബത്തിൽ നിന്ന് തന്നെ എൻ്റെ മകന് പെണ്ണിനെ വേണ്ട എന്നൊക്കെയാണ് സുജാത ചിന്തിക്കുന്നത്. ഇതൊന്നും മുടങ്ങണമെന്ന് വിചാരിച്ച് മുടങ്ങുന്നില്ലല്ലോ എന്നും സുജാത ചിന്തിക്കുന്നുണ്ട്. അപ്പോഴൊന്നും തന്നെ സുജാത കൺമണിയുടെ മുഖത്തേക്ക് പോലും നോക്കുന്നില്ല. ഇത്ര നേരം സന്തോഷത്തോടെ ഇരുന്ന കൺമണിയുടെ മുമ്പിൽ ഒരു വളരെ അവളെ വിഷമത്തിലാക്കുന്ന പോലെയാണല്ലോ ആ പായസ പ്രശ്നം വരുന്നത്. എനിക്കൊന്നിനും ഒരു സന്തോഷം തരുന്നില്ലല്ലോ നീ വിഘ്നേശ്വര, പെട്ടെന്നാണല്ലോ എൻ്റെ സന്തോഷം നീ തട്ടിപ്പറിച്ചെടുക്കുന്നത് എന്നൊക്കെ കൺമണി ചിന്തിക്കുന്നുണ്ട്. എന്തായാലും സാഗറിന്റെ സംയോജിതമായിട്ടുള്ള ഇടപെടൽ മൂലം കൺമണിക്ക് അല്പം ആശ്വാസമാകുന്നുണ്ട്. ആ പായസത്തിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ നിമിഷം കൺമണി ആകെ പേടിക്കുന്നുണ്ട്. പക്ഷേ ധനലക്ഷ്മി ചിന്തിക്കുന്ന പോലെ ഒന്നും സംഭവിക്കില്ല എന്നുള്ളത് അവൾക്ക് നിരാശ ഉണ്ടാക്കുന്നുണ്ട്. എല്ലാവരും തല്ലിപ്പിരിഞ്ഞ് ഇത് വേണ്ടാന്ന് വെച്ച് പോകുന്നൊക്കെയാണ് ധനലക്ഷ്മി കരുതിയത്. എന്നാൽ സാഗർ വളരെ മര്യാദയും തൻ്റെ കുടുംബത്തിനെയും മകനെയും ഒക്കെ വളരെ സ്നേഹിക്കുന്ന ആളുമാണല്ലോ. താൻ ഇവിടെ ഈ നിസ്സാര കാര്യത്തിന് ഇത്ര വലിയ പ്രശ്നം ഉണ്ടാക്കിയാൽ അത് തൻ്റെ മകനും കുടുംബത്തിനും തന്നെയാണ് നാണക്കേട് എന്ന് സാഗറിനെ നന്നായിട്ട് അറിയാം. സുജാതയാണെങ്കിൽ എങ്ങനെയെങ്കിലും ഇത് മുടങ്ങട്ടെ എന്ന് വിചാരിച്ചാണ് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ തുനിയുന്നത്. സുജാത ഒന്നിനും സഹകരിക്കാൻ തയ്യാറാകുന്നില്ല. അമ്മായിയമ്മ മരുമകളെ വളയിടിയിക്കണമെന്നൊക്കെ കൃപ പറയുമ്പോൾ നീ തന്നെ അങ്ങ് ഇടിയിച്ചാൽ മതി എന്നൊക്കെയാണ് സുജാത പറയുന്നത്. കൺമണി കൃഷ്ണനെ വളച്ചെടുത്തതാണ് എന്നുള്ള ചിന്തയിൽ നിന്ന് സുജാത അപ്പോഴും മുക്തയായിട്ടില്ല. ഇത് കൃഷ്ണന്റെ ഇഷ്ടമാണ്, തൻ്റെ മകന്റെ ഇഷ്ടം താൻ വേണം നടത്തി കൊടുക്കാൻ എന്നുള്ള ചിന്തയൊന്നും സുജാതയ്ക്കില്ല. അത്രയേറെ വെറുപ്പാണ് കൺമണിയോട് സുജാതയ്ക്ക്. പിന്നീട് വീണ്ടും മാനസ നാടകവുമായിട്ട് ആൻറ്റിയമ്മയുടെ അടുത്തെത്താണ്. എന്നിട്ട് ആൻറ്റിയമ്മയോട് എന്താ ഒരു വിഷമം പോലെ എന്ന് ചോദിക്കുമ്പോൾ എല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയാത്തതുപോലെയൊക്കെയാണ് മാനസ ചോദിക്കുന്നത്. മാനസയുടെ കള്ളത്തരം അറിയാതെ ആൻറ്റിയമ്മ ഒക്കെ തുറന്നു പറയാണ്. ഇതേസമയം ആൻറ്റിയമ്മയെ പിടിച്ച് കരച്ചിൽ അഭിനയിക്കുന്നുണ്ട് മാനസ ആക്ട് ചെയ്തു വരുന്നത് വേറെ ഒന്നിനും കൊണ്ടല്ല, തൻ്റെ പ്ലാനൊന്നും അവരറിയതരുതല്ലോ. മറ്റൊന്ന്, ബലരാമനെ കല്യാണം കഴിക്കണമെന്ന് അവരങ്ങോട്ട് ആവശ്യപ്പെടണം എന്നാണല്ലോ മാനസയുടെ മനസ്സിൽ. സങ്കടം നടിച്ചില്ലെങ്കിൽ അതിനവർക്ക് ഒരു സംശയത്തിനിടയാകുമല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് അവൾ സങ്കടം നടിക്കുന്നത്. മാനസയുടെ ആൻറ്റിയമ്മ നിന്റെ എല്ലാ ആഗ്രഹങ്ങളും നടക്കുമെന്നും നീ എൻ്റെ കൂടെ നിന്ന് തന്നാൽ മതി എന്നും പറയുന്നുണ്ട്. അതിനുശേഷം കൃഷ്ണന്റെ റൂമിൽ പോവുകയാണ് മാനസ. കൃഷ്ണനോട് ഞാൻ ദേഷ്യം വന്ന ഭയങ്കര മോശമാണ് പറയുന്നത്. മാനസയോട് നീ ദേഷ്യം വരാതെ തന്നെ മോശമാണെന്ന് പറയാണ് കേട്ടോ കൃഷ്ണ. ഇത് കേട്ട മാനസയ്ക്ക് ദേഷ്യം വരികയാണ്.